ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പും. അതിൽ പ്രാദേശിക വികസനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ഭരണ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയാണ് ജനങ്ങൾ. സാക്ഷരതയിലും രാഷ്ട്രീയ പ്രബുദ്ധതയിലും പൗരാവകാശ ബോധ്യങ്ങളിലും ഉറച്ച ബോധ്യമുള്ള മലയാളികൾ വിവേകപൂർവ്വം സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് 61.54% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൊല്ലത്ത് 65%, പത്തനംതിട്ടയിൽ 62.45% പേർ വോട്ട് രേഖപ്പെടുത്തി. കോട്ടയത്ത് 65.56%, ആലപ്പുഴ 68.54%, ഇടുക്കി 64.84%, എറണാകുളം 69.23% പേരാണ് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ ഇതുവരെ 65% അതിലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 65.46% പേരാണ് ഈ 7 ജില്ലകളിൽ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കൃത്യം 1 മണിക്കൂറാണ് അവശേഷിക്കുന്നത്. വോട്ടെടുപ്പ് പൂർണ്ണമാകാൻ 1 മണിക്കൂർ ഇനി അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തിരക്ക് പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തുന്നു എന്ന വിവരമാണുള്ളത്. ഉച്ചയ്ക്ക് ശേഷം അല്പം മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിച്ചത്. അതേസമയം രാവിലെ മുതൽ 12 മണി വരെയൊക്കെ വലിയ പോളിംഗ് രേഖപ്പെടുത്തി എല്ലാവരും ആവേശത്തോടുകൂടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വീണ്ടും പോളിംഗ് സജീവമായിരിക്കുകയാണ്. അവസാന 1 മണിക്കൂറുകളിൽ വാശിയോടുകൂടി ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുന്നതാണ്. തെക്ക് നിന്നുള്ള കാഴ്ചയെങ്കിൽ വടക്ക് അങ്ങേയറ്റം ആവേശത്തിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ഇനി 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ പരസ്യ പ്രചരണം അവസാനിക്കാൻ. വിവിധ കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശം തകൃതിയാണ്. വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ദിവസങ്ങളാണ് ഇപ്പോൾ അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആവേശം നമുക്ക് പലയിടങ്ങളിലും കാണാം. ആവേശപൂർവ്വം ഈ കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികൾ നീങ്ങുന്ന കാഴ്ചയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ മുന്നണികൾ ഒന്നിച്ചുകൂടി ആ കൊട്ടിക്കലാശം അവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീറും വാശിയുമേറിയ പോരാട്ടമാണ്. ദേശീയ സംസ്ഥാന വിഷയങ്ങൾ ഒപ്പം തന്നെ പ്രാദേശിക വിഷയങ്ങളൊക്കെ ഇഴകീറി പരിശോധിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കാലമാണ് കടന്നു പോകുന്നത്. ഇനി 1 മണിക്കൂർ കൂടി മാത്രമാണ് ഈ പരസ്യ പ്രചരണത്തിന് അവശേഷിക്കുന്നത്. അതിനുശേഷം നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. മറ്റന്നാൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അവിടെയും വലിയ രീതിയിലുള്ള വാശിയേറിയ വോട്ടിംഗ് ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മളുടെ പ്രതിനിധികൾ ചേരുകയാണ്. വടക്ക് നിന്നുള്ള പ്രതിനിധികൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം പങ്കുവെക്കുമ്പോൾ തെക്ക് നിന്ന് ചേരുന്ന പ്രതിനിധികൾ എങ്ങനെയാണ് ഈ വോട്ടിംഗ് എന്നത് വിശദീകരിക്കും. നമുക്ക് ഞങ്ങളുടെ പ്രതിനിധികളിലേക്ക് പോകാം. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, പച്ച വസ്ത്രങ്ങൾ, കൊടികൾ, ഒപ്പം തന്നെ ഈ ആകാശത്ത് പാറിപ്പറക്കുന്ന പേപ്പറുകൾ, പോപ്പപ്പ്, അങ്ങനെയൊക്കെ വലിയ രീതിയിൽ കളർഫുള്ളാണ് മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചകൾ. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ ഇത്രയും ആവേശത്തിലുള്ള കൊട്ടിക്കലാശം കണ്ടിട്ടുണ്ടോ എന്ന് സംശയം തോന്നിപ്പോകുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ഒക്കെ ആവേശപൂർണ്ണമായിട്ടുള്ള കൊട്ടിക്കലാശത്തിൻ്റെ കാഴ്ചകൾ ആണ് അവിടെ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അനുമോദ് എവിടെയാണുള്ളത്? എന്താണ് അവിടെ നിന്നുമുള്ള അവസാന മണിക്കൂറിലെ കാഴ്ചകൾ? രേണുക, മലപ്പുറത്ത് എല്ലായിടത്തും തന്നെ അവസാന വട്ട പ്രചരണത്തിന്റെ സമയം അത് ആഘോഷമാക്കുകയാണ് ഓരോ പാർട്ടികളും. ഞാനുള്ളത് പൂക്കോട്ടൂരാണ്. പൂക്കോട്ടൂരിൽ 3 മണിക്ക് തുടങ്ങിയ കൊട്ടിക്കലാശം സ്വല്പം സംഘർഷമൊക്കെ ഉണ്ടായെങ്കിലും വലിയ ആവേശത്തോടെ തന്നെ ഇവിടെ നേരത്തെ അവസാനിപ്പിച്ചിട്ടുണ്ട്. പൂക്കോട്ടൂരിൽ LDF-ന്റെയും UDF-ന്റെയും പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഇത് 5 മണിക്ക് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഇവിടെ സംഘർഷം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കണം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ആവേശത്തോടെ ഈ ഒരു പ്രചരണം നേരത്തെ ഇവിടെ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ആവേശ പ്രകടനം തന്നെയായിരുന്നു അവസാനം ഈ പൂക്കോട്ടൂരിൽ നമ്മൾ കണ്ടത്. LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ റോഡിന്റെ ഇരുവശത്തും നിന്ന് പരസ്പരം കൊടി ഉയർത്തിയും ബാൻഡ് മേളവും ഡോലക്കും ഒക്കെ ആയിട്ട് ആവേശത്തോടെ രംഗത്തിറങ്ങുന്ന കാഴ്ച. സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആളുകളുടെ അടുത്ത് വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ച. വലിയ ഒരു സംഘർഷത്തിന് സാധ്യത ഉണ്ടായിരുന്നെങ്കിലും സംയമനത്തോടെ നേതാക്കൾ പ്രവർത്തകരെ നിയന്ത്രിച്ചതോടെ ആവേശം മാത്രമായി അവസാന മണിക്കൂറുകളിൽ. ഇപ്പോൾ ഇതിനു പുറമെ പലയിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ് ആവേശ കാഴ്ചകൾ ഉള്ളത്.
മുനവറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒതുക്കുങ്ങലിൽ റോഡ് ഷോ പുരോഗമിക്കുന്നുണ്ട്. മലപ്പുറത്തും മഞ്ചേരിയിലും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള കൊട്ടിക്കലാശം എവിടെയും പാടില്ലെന്ന പോലീസിന്റെ നിർദ്ദേശമുള്ളതുകൊണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ആവേശമുള്ളത്. ഓരോ വാർഡുകളിലും കൊട്ടിക്കലാശം നടത്തുകയാണുള്ളത്. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ കാണാറുള്ളത് പോലെയുള്ള നഗരങ്ങളിലെ വഴികൾ പൂർണ്ണമായും അടച്ച് വലിയ ആഘോഷമാക്കുന്ന കാഴ്ച ഇത്തവണ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പകരം ഓരോ വാർഡുകളിലും ആവേശത്തോടെ കൊട്ടിക്കലാശം സമാപിക്കുന്ന പരസ്പരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെയാണ് UDF-ഉം LDF-ഉം ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷ ഇരു മുന്നണികൾക്കും ഉണ്ട്. മലപ്പുറത്തിന്റെ സാഹചര്യം പറയുകയാണെങ്കിൽ UDF മുൻപൊന്നുമില്ലാത്ത രീതിയിൽ ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. പൊന്മുണ്ടത്തെ സാഹചര്യം മാത്രമാണ് അല്പം വേറിട്ട് നിൽക്കുന്നതെന്ന് UDF നേതൃത്വം പറയുമ്പോൾ പലയിടത്തും അനൈക്യമുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് മുതലെടുത്തുകൊണ്ട് മുന്നേറുമെന്ന് LDF-ഉം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുതന്നെയാണെങ്കിലും മലപ്പുറത്ത് ഇതുവരെ മറ്റെവിടെയും വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവസാന മണിക്കൂറുകളിൽ ഓരോ വാർഡിന്റെയും ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തകരെത്തി, സ്ഥാനാർത്ഥികളെത്തി വോട്ടുറപ്പിച്ച് ഈ അവസാന വട്ട വോട്ട് ചോദിക്കൽ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് നേതൃത്വത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ നടക്കുന്നു എന്നതാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്. അനുമോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂക്കോട്ടൂരിലാണ് LDF UDF സംഘർഷം ഉണ്ടായത്. അവിടെ നേരത്തെ തന്നെ ഈ കൊട്ടിക്കലാശം അവസാനിപ്പിച്ച് സമാധാനപൂർണ്ണം ഈ പ്രവർത്തകരെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു എന്ന് അനുമോദ് സൂചിപ്പിച്ചു. ഇതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള അത് ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ടോ? ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം സമാധാനപൂർണ്ണമായിട്ടാണോ ഇപ്പോൾ കൊട്ടിക്കലാശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം മലപ്പുറത്തെ സംബന്ധിച്ച് വലിയ വീറും വാശിയുമേറിയ ഒരു പ്രചരണ കാലമാണ് കടന്നുപോയിട്ടുള്ളത്. അത് ആ വാശിയും വീറും ഒന്നും ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നില്ല എന്നുറപ്പുവരുത്താനുള്ള ജാഗ്രത ഈ മുന്നണികൾ പുലർത്തുന്നുണ്ടോ? രേണുക, 3 മണിക്ക് പൂക്കോട്ടൂരിൽ ഇന്ന് കൊട്ടിക്കലാശം ആരംഭിച്ചിരുന്നു. അപ്പോൾ തന്നെ പ്രവർത്തകരുടെ ആവേശം അത് പരസ്പരം വാക്കേറ്റമാവുന്നു, കയ്യാങ്കളിയാവുന്നു. ആ സാഹചര്യത്തിലെത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥി LDF-ന്റെ പ്രവർത്തകർക്കിടയിലൂടെ തന്റെ വാഹനത്തിലൂടെ മുന്നോട്ട് വരാൻ ശ്രമിച്ചപ്പോൾ അതിനെ LDF പ്രവർത്തകർ പ്രതിരോധിക്കുകയും പ്രവർത്തകർ തമ്മിൽ ഉന്തുതള്ളുണ്ടാവുകയും കയ്യാങ്കളുടെ വക്കിലെത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും അതേപോലെ തന്നെ മുതിർന്ന നേതാക്കൾ സ്ഥലത്ത് ഇവരെയെല്ലാം തന്നെ പിന്തിരിപ്പിക്കുകയും പിന്നീട് 1 മണിക്കൂർ വളരെ സമാധാനപൂർവ്വം ശാന്തമായി എന്നാൽ ആവേശത്തോടെ ഇരു പാർട്ടികളിലെയും ഇരു മുന്നണികളിലെയും പ്രവർത്തകർ റോഡിന്റെ 2 വശത്തായി നിന്ന് ബാൻഡ് വാദ്യങ്ങളും ഡോളക്കുകളും അതുപോലെ കൊടികളും ഒക്കെ ഉയർത്തി പോപ്പുകളൊക്കെ ആകാശത്തേക്ക് വാരി എതിർക്കൊണ്ട് അവസാന മണിക്കൂറിലെ പ്രചരണം കൊഴുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പൂക്കോട്ടൂരിൽ കണ്ടത്. ഇവിടെ മറ്റെവിടെയും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ടുള്ള വിവരമില്ല. എന്നാലും എല്ലായിടത്തും പോലീസിന്റെ നിയോഗിച്ചിട്ടുണ്ട്. മഞ്ചേരി പോലീസാണ് ഇവിടെ ഉള്ളത്. വേറെ ചെറിയ പ്രാദേശികമായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ പലയിടത്തും ഉണ്ടാകും. പക്ഷെ അതൊന്നും വലിയ സംഘർഷത്തിലേക്ക് പോകാതെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നല്ല ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. ഇത്തവണത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമായിട്ടുള്ളത് കൊട്ടിക്കലാശത്തിന്റെ ദിവസം മുനവറലി ശിഹാബ് തങ്ങളുടെ റോഡ് ഷോ നടന്നു എന്നുള്ളതാണ്. ഒതുക്കുങ്ങലിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായത്. സാധാരണഗതിയിൽ പാണക്കാട് നേതൃത്വത്തിലുള്ളവർ ഈ കൊട്ടിക്കലാശ ദിവസം അത്തരത്തിലുള്ള ആവേശത്തിന്റെ കാഴ്ചകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിന്റെ ഒരു രീതി ഉണ്ടാകാറുള്ളത്. എന്നാൽ അതിന് വിഭിന്നമായിട്ട് അദ്ദേഹം റോഡ് ഷോയിൽ പ്രവർത്തകർക്കൊപ്പം സ്ഥാനാർത്ഥികൾക്കൊപ്പം ആവേശത്തോടെ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് UDF പ്രവർത്തകരെ സംബന്ധിച്ച് ആത്മവിശ്വാസം വാനോളം ഉയരുന്ന സാഹചര്യമുണ്ട്. LDF-നാകട്ടെ UDF-ൽ പുറത്തേക്ക് വരാത്ത ഭിന്നതയുണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമാകും. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനാകും. കഴിഞ്ഞ തവണത്തേക്കാൾ ഭരണം നേടാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകും എന്ന് ഈ തെരഞ്ഞെടുപ്പ് എന്നതും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മലപ്പുറത്തും LDF-ന് അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. മറുവശത്ത് UDF-ന്റെ ഉറച്ച കോട്ടയായി കരുതുന്ന മലപ്പുറം എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് UDF-നുമുള്ളത്. തീർച്ചയായും എന്തായാലും മുന്നണികൾ വലിയ പ്രതീക്ഷയിലാണ്. ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിൽ ഇടപെടലുകൾ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയമാകട്ടെ, വിമതരെ ഒതുക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാകട്ടെ, അതിനൊക്കെ ഒരു ജാഗ്രത പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും പലയിടങ്ങളിലുമൊക്കെ വിമത ശല്യം ഉൾപ്പെടെ മുന്നണികൾ നേരിടുന്ന സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക സാധ്യമല്ലാത്തൊരു സാഹചര്യമാണ്.
അതിനപ്പുറം മുന്നണികൾ വളരെ വീറോടും വാശിയോടും കൂടി തെരഞ്ഞെടുപ്പിനെ കാണുകയും ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമേൽ പ്രധാനമാണ് ഓരോ മുന്നണിയെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അന്തിമ റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ആത്മവിശ്വാസം ഇന്നും പല നേതാക്കളും പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ എന്തായാലും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറാണ്. പരസ്യ പ്രചരണം കൊട്ടിയിറങ്ങാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ്. 1 മണിക്കൂറില്ല, ഇനി ഏതാണ്ട് 3/4 മണിക്കൂറോളം മാത്രമാണ് അവശേഷിക്കുന്നത്. ആ നിലയിലേക്ക് ഈ പ്രചരണത്തിൻ്റെ ഒരു വലിയ കാലം അവസാനിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം 7 ജില്ലകളിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളാണ്, കാഴ്ചകളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനി